നമസ്കാരം. ഇന്നത്തെ ആരോഗ്യ പരിപാടിയിൽ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന കഴുത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥികളിലെ നൊഡ്യൂളുകളെക്കുറിച്ചും അവയുടെ ചികിത്സാ രീതികളെക്കുറിച്ചുമാണ്. സാധാരണ ശസ്ത്രക്രിയകളല്ലാതെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി ഉപയോഗിച്ച് ചെയ്യുന്ന അബ്ലാഷൻ, എംബലൈസേഷൻ ചികിത്സാ രീതികളെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മളെ ഏവരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഓപ്പൺ സർജറി കഴിഞ്ഞതിന് ശേഷം കഴുത്തിലും മറ്റും അവശേഷിക്കുന്ന പാടുകൾ. നമ്മുടെ ഓപ്പൺ സർജറിക്ക് ശേഷം കീഹോൾ സർജറി വന്നു. ഇപ്പോൾ പിൻഹോൾ പ്രൊസീജിയർ ഉൾപ്പെടെയുള്ള ചികിത്സാ രീതികളാണ് നമ്മൾ അവലംബിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഇന്നത്തെ ആരോഗ്യ പരിപാടിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ തൗഫീഖ് അലിയാണ്. സ്വാഗതം സർ. താങ്ക് യു. എൻ്റെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്: എന്തൊക്കെയാണ് തൈറോയ്ഡ് ഗ്രന്ഥികൾ നമ്മളെ ഏതൊക്കെ രീതിയിലാണ് ബുദ്ധിമുട്ടിക്കുന്നത്? വളരെ കോമൺ ആയിട്ടും തൈറോയിഡിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് തൈറോയ്ഡ് നോഡ്യൂൾസ് അല്ലെങ്കിൽ തൈറോയിഡിലുള്ള മുഴകൾ. ഭൂരിഭാഗം തൈറോയിഡിലുള്ള മുഴകളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ തൈറോയിഡിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ചെറിയ മുഴകളായിട്ട് തന്നെ നിലനിൽക്കുന്നതാണ്. ചില കേസുകളിൽ ഈ തൈറോയിഡിൻ്റെ മുഴകളുടെ വലിപ്പം കൂടി അത് അഭംഗി ഉണ്ടാകുന്ന രീതിയിൽ, പുറത്ത് കാണുന്ന രീതിയിൽ മുഴകളായിട്ട് കഴുത്തിൽ പ്രത്യക്ഷപ്പെടുകയും അതേപോലെ തന്നെ ശ്വാസം എടുക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ കോസ് ചെയ്യുന്നതുമാണ്. വളരെ റെയറായി ഇതേപോലത്തെ പ്രശ്നമില്ലാത്ത മുഴകൾ, അതായത് ക്യാൻസർ അല്ലാത്ത മുഴകൾ ക്യാൻസറായി രൂപപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ട്. സർ, ഇതുപോലെ നമ്മുടെ ചികിത്സാ രീതികളെക്കുറിച്ച് പറയുന്ന സമയത്ത് തൈറോയ്ഡ് എബ്ലേഷൻ, തൈറോയ്ഡ് എംബലൈസേഷൻ എന്നീ രണ്ട് പ്രൊസീജിയറുകളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഒരു തൈറോയ്ഡ് എബ്ലേഷൻ? അതെ, ഈ തൈറോയിഡിലുള്ള മുഴകൾക്കുള്ള സർജറി അല്ലാതെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് അബ്ലേഷൻ. അബ്ലേഷൻ എന്ന് വെച്ചാൽ വളരെ ചെറിയ നീഡിലുകൾ കടത്തിവിട്ട് ഈ നോഡ്യൂളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൈറോയിഡിലുള്ള മുഴകളിലേക്ക് കടത്തിവിട്ട് അതിൽ എനർജി, അതായത് മൈക്രോവേവ് എനർജി അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി എനർജികൾ ഉപയോഗിച്ച് ഈ നീഡിലിൻ്റെ സഹായത്തോടെ ഈ നോഡ്യൂളുകൾക്കുള്ളിൽ ചൂട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചൂട് കാരണം ഇതിനുള്ള കോശങ്ങൾ നശിച്ചു പോവുകയും അത് കാരണം ഈ മുഴകൾ ചെറുതായി ഇല്ലാതായി പോവുകയും ചെയ്യും. ഇത് കാരണം ഈ മുഴകളുടെ ബുദ്ധിമുട്ടായിട്ടുള്ള പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള അഭംഗികളെല്ലാം തന്നെ മാറിക്കിട്ടുകയും തൈറോയിഡിൻ്റെ ഈ നോഡ്യൂളുകളിലുള്ള കോശങ്ങളെല്ലാം തന്നെ നശിച്ചില്ലാതായി പോവുകയും ചെയ്യുന്നു. സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പേഷ്യൻസിൽ ആരൊക്കെയാണ് ഈ ഒരു തൈറോയ്ഡ് അബ്ലേഷന് അനുയോജ്യരായിട്ടുള്ളവർ? അതെ, കോമൺ ആയിട്ട് ഇതേപോലെ തൈറോയിഡിൻ്റെ മുഴകൾ അഭംഗി ഉണ്ടാവുന്ന രീതിയിൽ പുറത്തേക്ക് കാണുകയും അതേപോലെ ശ്വാസതടസ്സം, അതേപോലെ ഭക്ഷണം കഴിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ, വേദന പോലെ അനുഭവിക്കുന്ന പേഷ്യൻസിനെല്ലാം നമുക്ക് ഈ ഒരു അബ്ലേഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും. അൾട്രാസൗണ്ട് മുഖേനയും അതേപോലെ കുത്തിപ്പരിശോധന, അല്ലെങ്കിൽ FNAC പോലുള്ള ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് ഇത് ക്യാൻസർ അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ ഈ അബ്ലേഷൻ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് കിടക്കുന്നതാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മുടെ തൈറോയ്ഡ് അബ്ലേഷൻ പ്രൊസീജിയർ നടക്കുന്നത്? ഈ ഒരു പ്രക്രിയയിൽ എന്തൊക്കെയാണ് പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്? ഇത് ഒരു പിൻഹോൾ ഇൻ്റർവെൻഷൻ, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പിൻഹോൾ ഇൻ്റർവെൻഷനാണ്. അതായത് വളരെ മിനിമലി ഇൻവേസീവായി ഒരു ലോക്കൽ അനസ്തീഷ്യ, അതായത് സ്കിന്നിനെ തരിപ്പിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതിന് നമ്മൾ മാർഗനിർദ്ദേശത്തിനായി ഉപയോഗിക്കുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൻ്റെ മാർഗനിർദ്ദേശത്തിലാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. വളരെ ചെറിയ നീഡിൽ ഈ നോഡ്യൂളുകളിലേക്ക് അൾട്രാസൗണ്ട് സഹായത്തിൽ നമ്മൾ കടത്തിവിടുകയും അതിൽ നമ്മൾ ഈ ഒരു ജനറേറ്റർ ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കി ചൂട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. ഈ ചൂട് കാരണം ഈ നോഡ്യൂളിൻ്റെ കോശങ്ങൾ നശിച്ച് അത് ചെറുതായി ഇല്ലാതായി പോകുന്നു. ഇത് ഒരു ലോക്കൽ അനസ്തീഷ്യ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലോക്കൽ അനസ്തീഷ്യ ചെയ്യുന്ന പ്രൊസീജിയറാണ്. പേഷ്യൻറ്റിന് നമുക്ക് സംസാരിച്ചുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമായിട്ട് റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. എന്തൊക്കെയാണ് നമ്മുടെ പേഷ്യൻസിന് ഈ ഒരു പ്രൊസീജിയറിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ? അതെ, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഈ പ്രൊസീജിയറിൻ്റെ എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥിയെ അവിടെ തന്നെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാരണം പേഷ്യൻറ്റിന് ജീവിതകാലം മുഴുവൻ തൈറോയ്ഡ് ഹോർമോൺ ടാബ്ലറ്റ്സുകൾ കഴിക്കേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരുന്നില്ല. അതേപോലെ തന്നെ കഴുത്തിൽ കാര്യമായിട്ടുള്ള പാടുകളോ തുന്നലുകളോ ഒന്നും ഇല്ലാതെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ പേഷ്യൻറ്റ് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി ദൈനംദിന കാര്യങ്ങളിലേക്കും ജോലികളിലേക്കും പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രൊസീജിയറിൽ എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ?
വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ അത് ചെയ്തു കഴിഞ്ഞാൽ കഴുത്തിലുണ്ടാകുന്ന വേദന, ഭക്ഷണം കഴിക്കുമ്പോഴും ഇറക്കുമ്പോഴുള്ള വേദന വളരെ കുറച്ച് സമയത്തേക്ക്, അത് ലോങ് ലാസ്റ്റിംഗ് അല്ല, കുറച്ച് കാലത്തേക്ക് മാത്രം, സൗണ്ടിലുള്ള മാറ്റങ്ങൾ വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ കണ്ടുവരുന്നു. അപ്പോൾ ഇതിനുള്ള മുൻകരുതലുകളെല്ലാം എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഈ രണ്ടാമത് നോഡുകളുകൾ വളരാനുള്ള സാധ്യത, അല്ലെങ്കിൽ പുതിയ നോഡുകൾ ഉണ്ടായി വരാനുള്ള സാധ്യത. ഇങ്ങനെയുള്ള അവസ്ഥകളിലെല്ലാം നമുക്ക് ഈ ഒരു പ്രൊസീജിയർ നമുക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മളിപ്പം അബ്ലേഷനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടുന്ന ടോപ്പിക്കാണ് എംബലൈസേഷൻ. സർ, എന്താണ് തൈറോയ്ഡ് എംബലൈസേഷൻ? അതെ, ഈ അബ്ലേഷൻ പറഞ്ഞതുപോലെ തന്നെ തൈറോയ്ഡുകളെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് തൈറോയ്ഡ് ആർട്ടറി എംബലൈസേഷൻ. അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുന്ന വലിപ്പത്തിലുള്ള തൈറോയ്ഡുകൾ, അതല്ലെങ്കിൽ തൈറോയ്ഡിലെ നോഡ്യൂൾസുകൾ തന്നെ വളരെ കൂടുതൽ അളവിൽ തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാകുന്ന രോഗാവസ്ഥകളെല്ലാം നമ്മൾ തൈറോയ്ഡ് ആർട്ടറി എംബലൈസേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതും നമ്മൾ ഒരു ചെറിയ ട്യൂബുകൾ കടത്തിവിട്ട്, രക്തക്കൊഴലിൽ ട്യൂബുകൾ കടത്തിവിട്ട് ഒരു ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുന്നത് പോലെ ഈ തൈറോയ്ഡിന് മാത്രം സപ്ലൈ ചെയ്യുന്ന രക്തക്കൊഴലിലേക്ക് എത്തി ചെറിയ കണികകൾ ഉപയോഗിച്ച് തൈറോയ്ഡിൻ്റെ രക്തസപ്ലൈ പൂർണ്ണമായോ ഭാഗികമായോ നമ്മൾ ഇല്ലാതാക്കി കളയുന്നു. അപ്പോൾ ഇത് കാരണം തൈറോയ്ഡ് ഗ്രന്ഥി ആസച്ച് അതിൻ്റെ വലിപ്പം കുറഞ്ഞു വരികയും ഇതിൻ്റെ കൂടുതലായിട്ട് ഹോർമോൺ ഉണ്ടാക്കുന്ന അതിൻ്റെ കഴിവിനെ നമ്മൾ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. ഇത് കാരണം തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ അളവ് ബ്ലഡിൽ കുറഞ്ഞു വരികയും അതുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഇല്ലാതായി പോവുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ തൈറോയിഡിൻ്റെ സൈസ് കുറയുന്നത് കാരണം പേഷ്യനുള്ള ഈ ഒരു അഭംഗി, പുറത്തേക്കുള്ള സ്വെല്ലിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകളും കുറഞ്ഞു വരുന്നു. ഇൻ കേസ് ഇനിയിപ്പോൾ സർജറി ആവശ്യമുള്ള കേസുകളാണെങ്കിൽ എംബലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ രക്തസ്രാവം ഇല്ലാതെ, ഒരു റിസ്ക് ഇല്ലാതെ തന്നെ, കൂടുതലായിട്ടുള്ള രക്തസ്രാവം ഇല്ലാതെ സർജറി ചെയ്യുവാനായിട്ടും സാധിക്കുന്നതാണ്. ഏതൊക്കെ സാഹചര്യങ്ങളാണ് നമ്മൾ എംബലൈസേഷൻ അഡ്വൈസ് ചെയ്യുന്നത്? അതെ, കൂടുതലായിട്ടും വളരെ വലിപ്പം കൂടുതലുള്ള തൈറോയ്ഡുകൾ, ഹോർമോണിൻ്റെ അളവ് കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുന്ന തൈറോയ്ഡിലെ മുഴകൾ, അതേപോലെ സർജറിയുടെ സമയത്ത് നമ്മൾ ബ്ലഡ് ലോസ് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സർജറി പറ്റാത്ത കേസുകളിൽ നമുക്ക് ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിലൊക്കെ എല്ലാം നമുക്ക് എംബലൈസേഷൻ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. നമ്മൾ എബ്ലേഷൻ മെത്തേഡിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു തൈറോയ്ഡ് എബ്ലേഷൻ മെത്തേഡിൽ പ്രൊസീജിയറിൽ ചെയ്യുന്നത്? അതെ, കോമൺ ആയിട്ടും 3 രീതിയിലാണ് നമ്മൾ തൈറോയ്ഡിലെ അബ്ലേഷനുകൾ ചെയ്യുന്നത്. ഒന്ന് ആൽക്കഹോൾ അബ്ലേഷൻ, അതൊരു കെമിക്കൽ അബ്ലേഷൻ ടെക്നിക്കാണ്. പിന്നീട് ചൂട് ഉപയോഗിച്ചിട്ടുള്ള അബ്ലേഷൻ ടെക്നിക്കുകൾ, അതാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അഥവാ മൈക്രോവേവ് അബ്ലേഷൻ ടെക്നിക്കുകൾ. ഈ ആൽക്കഹോൾ അബ്ലേഷൻ എന്ന് പറയുന്നത് സിസ്റ്റുകൾ, വളരെ വലുപ്പത്തിലുള്ള നീര് നിറഞ്ഞിട്ടുണ്ടാവുന്ന തൈറോയ്ഡിലെ മുഴകൾക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് ഈ സിസ്റ്റിലുള്ള നീരിനെ നമ്മൾ വലിച്ചെടുത്തതിന് ശേഷം ഈ ഒരു നീരിൻ്റെ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള മുഴകളെ പിന്നീട് വരാതിരിക്കാൻ വേണ്ടി ആൽക്കഹോൾ ഉപയോഗിച്ച് അതിൻ്റെ ലൈനിങ്ങിനെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനും മൈക്രോവേവ് അബ്ലേഷനും ചൂടുപയോഗിച്ച്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നീഡിൽ ഉപയോഗിച്ച് ഈ നോഡ്യൂളുകളിൽ ചൂടുണ്ടാക്കിയാണ് ഈ കോശങ്ങളെ നശിപ്പിച്ചു കളയുന്നത്. നമ്മുടെ തൈറോയ്ഡ് എബ്ലേഷൻ ആണെങ്കിലും എംബലൈസേഷൻ ആണെങ്കിലും മലപ്പുറം ജില്ലയിൽ അവൈലബിൾ ആണോ? അതെ, കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ ഈ ട്രീറ്റ്മെൻറ്റ് തൈറോയ്ഡ് നോഡ്യൂൾസിനുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. താങ്ക് യു ഡോക്ടർ. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ചികിത്സാ രീതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്തതിന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. കാരണം തൈറോയ്ഡ് എബ്ലേഷൻ ആൻഡ് എംബലൈസേഷൻ പോലെയുള്ള ചികിത്സാ രീതികളിലൂടെ നമ്മുടെ ശസ്ത്രക്രിയകൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു സാധാരണമായിട്ടുള്ള ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാനായിട്ട് സാധിക്കുമെന്ന് അറിയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വലിയൊരു ആശ്വാസം കൂടിയാണ് നമുക്ക്. അതെ, പൊതുജനങ്ങളിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനെ കുറിച്ച് അവബോധം നൽകാൻ പറ്റി എന്നുള്ളത് എനിക്കും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. താങ്ക് യു.